ഇപ്പോൾ പല NRIസിനും ചിലപ്പോൾ ഇവിടെ നാട്ടിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ വരുന്നു, ചിലപ്പോൾ ഒരു പ്രീമിയം കാർ എടുക്കുന്നു, ഒരു 50 lakhsൻ്റെ ഒരു വണ്ടി എടുക്കുന്നു. ചിലപ്പോൾ ആ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ആ കൊല്ലം അവർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു 10 lakhs അബവ് ഉള്ളൊരു കാറ് അവരെടുക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഞാൻ ഒരു റെസിഡൻ്റാണ്, അപ്പോൾ ഞാനൊരു NRIയുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് അവെയർ ആയിരിക്കണം, ഞാൻ കുറച്ചൊരു ടേക്ക് കെയർ ചെയ്യണം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ NRIക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴേ ആ സമയത്ത് ഞാനൊരു ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. NRI എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 2024, ഇപ്പോൾ നമ്മൾ 2025ലേക്ക് കടക്കാൻ പോകുന്നു. NRI ആരാണ്? നമുക്ക് അത് തുടങ്ങാം. NRI ആരാണ്? NRI ആരാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനായിട്ട് തിരിച്ചു വരികയാണെന്ന് വിചാരിക്കും. ആളുടെ ഇൻറ്റൻഷൻ, അതായത് ഒരു ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് ആൾ തിരിച്ചു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പിന്നെ NREFDകൾ ഉണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെത്തി എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം എപ്പോഴും നമ്മൾ NRIs എന്ന് പറയുന്നത് പല കോമൻറ്റ് രീതിയിലും പല മെയിൽസ് രീതിയിലും പല ക്വസ്റ്റ്യൻസായിട്ടും നമ്മുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു പോഡ്കാസ്റ്റ് പോലെ എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുമെങ്കിൽ, വിച്ച് ഇസ് എ വെരി റാൻഡം ഒരു പോഡ്കാസ്റ്റ് പോലെ, സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു നാച്ചുറലായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അഡ്രസ്സിങ് ഓൾ തിങ്സ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ NRI's പോർട്ട്ഫോളിയോ. എന്തൊക്കെയാണ് ഒരു NRIക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ടാക്സ് ആസ്പെക്റ്റിൽ നിന്ന് എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നതെന്ന് ചെയ്യണം, ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ വളരെ ഇൻസിഡൻ്റലായിട്ട് CA സുബിനെ മീറ്റ് ചെയ്യുന്നതും. അങ്ങനെ താങ്ക് യു CA സുബിൻ സർ ഫോർ കമ്മിങ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ഇത്രയും ഇദ്ദേഹം പ്രമുഖമായൊരു യൂട്യൂബറും കൂടിയാണ്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ NRIസും റെസിഡൻസ് എല്ലാവരും കണ്ട് എങ്ങനെയാണ് റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്നൊക്കെ കണ്ട് പരിചയപ്പെട്ട ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് പല NRIസിൻ്റെ വിഷയങ്ങളും, ഒരു എൻഡ് ടു എൻഡ് മേ ബി ഒരു NRIക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, എന്നാലും പോസിബിളി എൻഡ് ടു എൻഡ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടാണ്. പല കോൺസെപ്റ്റ്സും നമ്മൾ ടച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രിഫറബിളി വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അങ്ങനെയുണ്ട്, കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ടൈം ലൈൻ കൊടുത്തേക്കാം വീഡിയോയ്ക്കകത്ത്. ഇനി അതും കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളിത് ഈ സംസാരിക്കുന്ന എല്ലാം നമ്മളൊരു PDF-നകത്താക്കി എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു റെഡി റെക്കനറായിട്ട് നിങ്ങൾക്ക് നമ്മൾ തരാം. അതിന് വേണ്ടി ജസ്റ്റ് NRI മലയാളം എന്ന് മാത്രം താഴെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമ്മുടെ കോൺവെർസേഷനിലേക്ക് ഏർപ്പെടാം. താങ്ക് യു സോ മച്ച് സുബിൻ സർ ഫോർ കമ്മിങ് ടു മൈ ചാനൽ. അപ്പം ഫസ്റ്റായിട്ട് നമുക്ക് നമ്മൾ പുറത്ത് വെച്ച് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ NRIസിൻ്റെ ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു കോമൺ ബിഹേവിയേഴ്സ്, അതിനെക്കുറിച്ച് താങ്കളുടെ CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണ്ടുവരുന്ന കുറച്ച് ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇതിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NRIs ജനറലി വിചാരിക്കുന്നത് ഞങ്ങളുടെ ടാക്സൊക്കെ ഓൾറെഡി TDS ആയിട്ട് പിടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലപ്പോഴും കാണാറുള്ളൊരു കേസാണ്. അതായത് ജനറലി NRIസിന് ടാക്സ് പിടിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഫയൽ ചെയ്യണത് എന്നുള്ളൊരു ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്പർ 1 ഒരു മാറ്റർ അതാണ്. പിന്നെ അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും NRIസൊക്കെ ഹ്യൂജ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവർ റെഡി ആയിരിക്കും ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ പലപ്പോഴും അവരതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ടേ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോണ ഒരു ദിശ കറക്റ്റാണോ എന്നൊക്കെ അറിയാനായിട്ടേ, അത് പല NRIസും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതായത് ചിലപ്പോൾ 1 CRൻ്റെയോ അല്ലെങ്കിൽ 2, 3, 5 CRൻ്റെയോ ഒക്കെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നണം റിവ്യൂ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നത് അതൊരു പ്രൊഫഷണൽ ഒരു സർവീസ് എടുത്താലും തെറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ മലയാളത്തിൽ വളരെ കാഷ്വലായിട്ട് പറയും, ഈ ആനേനെ വാങ്ങിക്കും തോട്ടി വാങ്ങിക്കാൻ മടിയാണെന്നുള്ളത്. അപ്പോൾ അത് ഒരു തോട്ടിയൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കും എന്നാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ജനറലി ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു സോർട്ട് ഓഫ് ബിഹേവിയർ? അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, 1 crore above പോർട്ട്ഫോളിയോ ഉണ്ട്, പക്ഷേ അന്ന് ഇത് അഡ്വൈസ് ചെയ്യുന്ന ഒരാൾക്ക്
അത് സമീപിക്കാതെ നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ബിഹേവിയറിന് എന്തുകൊണ്ടായിരിക്കണം? മേ ബി അതിൻ്റെ ഒരു റെലവൻസ് അറിയാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു 1 or 2 ഇൻസ്റ്റാൻസസിൽ അവരതൊന്ന് റിവ്യൂ ചെയ്ത് കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലേ അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് അവർക്ക് നാച്ചുറലി അവർക്ക് അതെ അതെ ഫീസ് പേ ചെയ്യാനുള്ളൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് വല്ലതും മേ ബി. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയുടെ ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഒരു വളരെ മൈന്യൂട്ട് ഫിഗർ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പോർട്ട്ഫോളിയോ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഒരു കൺസേണേ ഉള്ളൂ അതിൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് NRIs. ഞാൻ ഈ ഫീസ് എന്ന് പറഞ്ഞത് NRIs മാത്രമല്ല, ആക്ച്വലി NRIs എനിക്ക് തോന്നുന്നു അതിൻ്റെ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഫീസ് പേയ്മെൻറ്റ് റേസിൽ. പക്ഷേ പൊതുവേ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു ട്രെൻഡാണ് എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വളരെ ചുരുക്കം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അവിടെ 300 രൂപയുടെ രജിസ്ട്രേഷനാണ്, 500 രൂപയുടെ രജിസ്ട്രേഷൻ ഉള്ളൂ. പക്ഷേ പുറം രാജ്യങ്ങളാണെങ്കിലും രജിസ്ട്രേഷൻ തന്നെ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഹിബിഷൻ നമ്മുടെ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായി, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ വന്നേക്കുന്നത്. എക്സാക്ട്ലി റൈറ്റ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് NRIസിൻ്റെ നല്ല നല്ല വശം. ഓഫ് കോഴ്സ് സി ദേ ആർ ഡൂയിങ് സോ മച്ച് ഫോർ ദ കൺട്രി. ഒരു സാഡായിട്ടുള്ള പാട്ടെന്ന് വെച്ചാൽ അവരാണ് ഈ ഫോറക്സ് റിസർവ്സ് എന്ന് പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് പിടിച്ച് നിർത്തുന്നത് തന്നെ അവർ തന്നെയാണ്. പക്ഷേ ഒരു സാഡായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന്. ബട്ട് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഡിസ്കഷൻ ഓൾ ടുഗെദർ. NRI എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ 2024 ഇപ്പോൾ നമ്മൾ 2025 കടക്കാൻ പോകുന്നു. NRI ആരാണ്? നമുക്ക് അത് തുടങ്ങാം. NRI ആരാണ്? NRI ആരാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്ക് പുറത്ത് ഒരു മോർ ദാൻ 182 ഡേയ്സ് ഒരു താമസിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അതായത് ഇന്ത്യയിൽ 182 ദിവസം താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഇന്ത്യൻ റെസിഡൻ്റാണ്, ആൾ റെസിഡൻ്റാണ്. അതല്ല ഇനി ഇന്ത്യക്ക് പുറത്താണ്, അതായത് ഇന്ത്യയിൽ 182 ഡേയ്സ് ഇല്ല എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾ പുറമെ റെസിഡൻ്റ് ആണ്. അപ്പോൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 182 ഡേയ്സ് ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റാണ് ജനറലി ഉള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പല ആക്ടിലും ഇപ്പോൾ ഫെമയിൽ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്. ചിലപ്പോൾ 182 ഡേയ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫെമ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻകം ടാക്സിൻ്റെ ഒരു ആംഗിളാണ്. അപ്പോൾ ഈ ഫെമ അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പലപ്പോഴും NRIസിന് കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ 182 ഡേയ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പോലും അയാളെ ചിലപ്പോൾ NRI ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇൻകം ടാക്സ് ആക്ടിൽ 182 ഡേയ്സ് മോർ ആൾ ഇന്ത്യയിൽ ഇല്ല എന്ന് വിചാരിക്കും. ഇന്ത്യയിൽ 182 ഡേയ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾ പുറത്ത് ആൾ NRI ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. ഒരു ആൾ ഇവിടുന്ന് NRI പുറം രാജ്യത്തിലൊരു ജോലി കിട്ടിയിട്ട് ആൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് വിചാരിക്കുക. നമുക്ക് പോകുന്ന വെച്ച് തുടങ്ങാം, തിരിച്ചു വരുന്നവരെ അവസാനിക്കാം. പോയിട്ട് തിരിച്ചു വരുന്ന ആ ജേണി ഫുൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സംസാരിക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് പുള്ളി ഒരു സേവിങ്സ് അക്കൗണ്ടുള്ള ഒരാളായിരിക്കണമല്ലോ, വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവർ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ന്യൂബീസ് ഇപ്പോൾ പോകുന്ന ആൾക്കാരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, അവർക്കറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ പെർമനൻ്റ് ആവുമോ, ജോലി അവിടെ ഉണ്ടാവുമോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാറില്ല, എന്നിട്ടായിരിക്കും അവിടെ പോകുന്നത്. അപ്പോൾ പലവരും ഇപ്പോൾ UK പോകുന്ന മലയാളികൾ ഒത്തിരി പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു 2-3 വർഷം ഞാൻ നിൽക്കുള്ളൂ, അതിൽ കൂടുതൽ നിൽക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ 10-15 വർഷം പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത വർഷം അങ്ങനെ പറഞ്ഞു. ഇറ്റ്സ് ഗുഡ് ഫോർ ദം, എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദം. പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും അവർ ആ NRI അക്കൗണ്ട് അല്ലെങ്കിൽ ആ സേവിങ്സ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് NRI അക്കൗണ്ട് ആക്കാറില്ല. അതിന് എന്തെങ്കിലും ഒരു ടൈം പീരീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പുറത്തുള്ള ഇഷ്യൂസ് എന്നുള്ളത്? അതിന് RBIയുടെ കേസിൽ, അതായത് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് RBI ആൻഡ് ഫെമ ആണ് ഈ ഒരു പെർവ്യൂവിൽ വരുന്നത്. അപ്പോൾ RBIയുടെ കേസിൽ RBI അത് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാൾ NRI ആയിട്ട് മാറുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഇവിടുത്തെ റെസിഡൻ്റ് അക്കൗണ്ടുകളുണ്ടല്ലോ, അതായത് ആൾക്ക് ഇവിടെ ഒരു നോർമൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആൾ ഒന്നുകിൽ അത് NRO അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റണം. പിന്നെ അത് മാത്രമല്ല, ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകളുടെ നമ്പർ വളരെ കുറവാണ്. അതായത് ഒന്ന് NRO അക്കൗണ്ട്, പിന്നെ ആൾ റെമിറ്റൻസിന് ഫോറിൻ റെമിറ്റൻസിനായിട്ട് ഒരു NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു FCNRE അക്കൗണ്ട് ഫോറിൻ കറൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറെ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 അക്കൗണ്ട് മാത്രമാണ് ആൾക്ക് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഇവിടെയുള്ള, ഇപ്പം നേരത്തെ തോമസ് പറഞ്ഞ പോലെ, അതായത് ഇവിടെയുള്ള ഒരാൾ NRI ആയിട്ട് പോകുന്നു.
അപ്പോൾ ആ കേസിൽ ഇവിടെ നാട്ടിലുള്ള അക്കൗണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആൾക്ക് ലീഗലി ആ ഒരു റൈറ്റ് ഇല്ല. അപ്പോൾ അത് ഒന്നുകിൽ അത് ക്ലോസ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ചില ബാങ്ക്സിനൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആ അക്കൗണ്ടിനെ തന്നെ പിടിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NRO അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ അതിനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ NRE അക്കൗണ്ട് എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങുക. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അബ്സല്യൂട്ട്ലി. ഈ അതിന് വേണ്ടി എന്തെങ്കിലും ടൈം പീരീഡ് വല്ലതും ഉണ്ടോ? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ NRI ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ ആണ്. ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ, അതാണ് നല്ല കാര്യം. പക്ഷേ ഇതിനകത്ത് 10 വർഷമൊക്കെ ആയിട്ട് സേവിങ്സ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ? ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി അത് ഫെമ വയലേഷനാണ്. അതായത് ഇപ്പോൾ ഒരു പോളിസിയുടെ വയലേഷനാണ്. അപ്പോൾ അത് പോളിസിയുടെ വയലേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെനാൽറ്റി ആക്ട് പ്രകാരം വരുന്നത് അത് എത്രയാണോ എമൗണ്ട് ഇൻവോൾവ്ഡ്. ഇപ്പോൾ അതിലൊരു 2 lakhs rupeesൻ്റെ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും വരെ പെനാൽറ്റി അടയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചെറിയ പെനാൽറ്റി അല്ലല്ലോ. പക്ഷേ പക്ഷെ അങ്ങനെ അത്ര വലിയൊരു സ്ട്രിഞ്ചൻ്റ് ആയിട്ട് പോകുന്നൊന്നുമില്ല. ഇപ്പോൾ സെബി ആണെന്നുണ്ടെങ്കിൽ പോലും RBI ആണെങ്കിൽ പോലും അങ്ങനെ പിന്നാലെ പോയിട്ട് ഒരു പണിഷ്മെൻറ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ഒരു വളരെ റെയറായിട്ട് ഇപ്പോൾ എനിക്കൊരു കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NRIക്ക് ഇതുപോലെ തന്നെ EDന്ന്, അതായത് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് വന്നു. അതായത് ഫെമ എക്സിക്യൂട്ട് ചെയ്യുന്നത് ED ആണ്, അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ല. അപ്പോൾ ഫെമ ആക്ടിലെ എക്സിക്യൂഷൻ അതോറിറ്റി എന്ന് പറയുന്നത് ED ആണ്. അപ്പോൾ EDന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതായത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ വയലേഷൻസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി എല്ലാവർക്കും നോട്ടീസ് വരണമെന്നൊന്നുമില്ല. പക്ഷെ നോട്ടീസ് വന്നാൽ ഇത്തിരി പണിയാണ്. നമ്മുടെ ഭാഗ്യം പോലെ നമ്മുടെ ഏതാണ്ട് ലോട്ടറി പോലെ തന്നെ കറക്റ്റായിട്ട് എക്സാക്ട് തന്നെ ലോട്ടറി പോലെ തന്നെയാണ്. ചിലപ്പോൾ 1000 10,000 ചിലപ്പോൾ 1-2 പേർക്കായിരിക്കും ചിലപ്പോൾ നോട്ടീസ് അയക്കാം. അപ്പോൾ എനിക്ക് വന്ന ഈ കേസിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചേക്കാണ്. അപ്പോൾ NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ നാട്ടിൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ പേരില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചേക്കുന്നത് അത്ര വലിയ എമൗണ്ടിൻ്റെ ഒന്നും അല്ല കേട്ടോ. ആകെ 2 ലക്ഷം രൂപയുടെ എടുത്താൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ അത് നോട്ടീസ് വന്നു, അവസാനം അതിൻ്റെ പ്രൊസീഡിങ്സ് ആയി, നല്ലൊരു എമൗണ്ട് പെനാൽറ്റിയും കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ ഇന്ത്യയിൽ? അല്ല, ആളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആൾ നാട്ടിന് ലീവിന് വന്ന്, അതായത് കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2017-18 കണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് ആൾ നോട്ടീസ് വന്ന് അതിൻ്റെ പെനാൽറ്റി ഒക്കെ അടയ്ക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ ഈ പറയുന്ന ഈ ലാൻഡിൻ്റെ കാര്യങ്ങൾ കേരള ഗവൺമെൻറ് വളരെ ഫോക്കസ് ആയിട്ട് ചെയ്യുന്നൊരു സമയമാണ്. NRIs റിയലൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല അവർ മേടിക്കുന്ന ലാൻഡ്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സിൻ്റെ മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഐ ഡോണ്ട് തിങ്ക് ദേ റിയലൈസ് വാട്ട് ദേ ബൈയിങ് ഇസ് നോട്ട് പൊരയിടം. അതവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതും ആ ഒരു ഇഗ്നോറൻസ് ഇതിനകത്ത് വരുന്നുണ്ടാവും. ഇങ്ങനെ അതിലൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫസ്റ്റ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരു ലോനെ പറ്റിയിട്ട് ഇതൊക്കെ ബേസിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് അത്ര പലരും അങ്ങനെ അവെയർ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ NRIസിന് അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ചിറ്റ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നിധി കമ്പനിയിൽ മെമ്പർ ആവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ കുറച്ചായിട്ടുള്ള റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ NRIസിന് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോൾ ഇതൊന്നും പല NRIസിനും അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ടൊന്നു അതുകൂടെ ഈ ഒരു PDF-നകത്തൊന്ന് വെക്കാൻ സാധിക്കും. കാരണം എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ളത് ആൾക്കാരെ അവെയർ അല്ലല്ലോ. അപ്പോൾ അത് നല്ല കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ഇവിടെ നോക്കി. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചതിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹത്തിന് ഇത് വന്നത്. ഇത് അദ്ദേഹത്തിന് സേവിങ്സ് അക്കൗണ്ട് കൺവേർട്ടർ ആയിരുന്നു അന്നേരം NRI ആയിട്ട്? അല്ല, അദ്ദേഹത്തിന് ഇത് ഉണ്ടായിരുന്നു, NRO അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നില്ല കൺസേൺ ഇതായിരുന്നു, ആൾ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു കൺസേൺ. അപ്പോൾ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് നോട്ടീസ് കിട്ടിയ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ കാരണം പറഞ്ഞപ്പോൾ പെനാൽറ്റി ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കും. അല്ല, അങ്ങനെ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഡിഫൻസ് ഇല്ല എന്ന് പറയാം. നമ്മളൊരു നിയമം തെറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് അതിലെ മാറ്റർ. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചു പോകുന്നതാണ് നല്ലത്, ചെയ്തു പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ചേഞ്ച് റീസെൻ്റ്ലി വന്നിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യമാണല്ലോ.
അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിരിക്കുന്ന NRIസിനാണ് ലാൻഡ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് 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 പറഞ്ഞുതരാമോ? എന്താണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ? അതായത് നമ്മുടെ 2024 ജൂലൈയിലെ ബഡ്ജറ്റിൽ, നമ്മളുടെ സെക്കൻഡ് ബഡ്ജറ്റിൽ, ജൂലൈ 23 വന്ന ബഡ്ജറ്റിൽ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ, അതായത് നമ്മൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ മുമ്പ് നമുക്കൊരു മെത്തേഡ് ഉണ്ടായിരുന്നു, ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ തോമസ് ഒരു 2005 ഒരു 10 lakh രൂപയ്ക്ക് ഒരു ലാൻഡ് വാങ്ങിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഇപ്പോൾ അത് ഒരു 40 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് കരുതും. അപ്പോൾ നോർമലി നമുക്കൊരു ഇൻഫ്ലേഷൻ ബെനിഫിറ്റ് ഉണ്ടല്ലോ അവിടെ. അതായത് ഞാൻ 2005 നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ 2020 കൊല്ലം കഴിയുമ്പോൾ ഈ 10 ലക്ഷം നമ്മൾ ബാങ്കിലിട്ടെങ്കിൽ നമുക്ക് പലിശ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഒരു ഇൻഡെക്സേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ 10 ലക്ഷത്തിന് നമ്മൾ ഇൻഡെക്സ് ചെയ്ത് ഇന്നത്തെ ഏകദേശം ഒരു വാല്യൂലേക്ക്, ഒരു ഫെയർ വാല്യൂലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു 35 lakhs ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിറ്റേക്കുന്നത് 40 ലക്ഷത്തിനാണ്. അപ്പോൾ നമ്മുടെ ലാഭം കുറയ്ക്കുന്നത് ഈ 35 കുറയ്ക്കാം. അപ്പോൾ 5 ലക്ഷമാണ് ലാഭമുള്ളൂ. അതിൻ്റെ 20% ടാക്സ് അടച്ചാൽ മതി. വിത്ത് ഇൻഡെക്സേഷൻ 20% ടാക്സ് അടച്ചാൽ മതി. ഇങ്ങനെയായിരുന്നു കഥ, ഇങ്ങനെയായിരുന്നു മുമ്പത്തെ ഒരു കമ്പ്യൂട്ടേഷൻ. പക്ഷേ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നപ്പോൾ സ്ട്രൈറ്റ് അവേ ഇൻഡെക്സേഷൻ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തു കളഞ്ഞു. അത് എടുത്തു കളഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു, 40 ലക്ഷം രൂപയ്ക്ക് വിറ്റു, അപ്പോൾ 35 ലക്ഷം രൂപ ലാഭം. എന്നിട്ട് ഇതിൻ്റെ 12% ടാക്സ്, 20 എന്നുള്ളത് 12% ആക്കി. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജനറൽ പബ്ലിക്കിൽ നിന്നും വലിയൊരു കൺസേൺ വന്നു. അതായത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗവൺമെൻറ് അതൊന്ന് റീതിങ്ക് ചെയ്തു, ഇൻഡെക്സേഷൻ കൊടുത്തു. പക്ഷേ NRIസിനെ ഒഴിവാക്കി. NRIസിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ NRIസിന് ഇപ്പോൾ ജനറലി നമ്മൾ സ്ഥലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ NRIs സ്ഥലം വിൽക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടാക്സ് അടയ്ക്കാനായിട്ടുള്ളൊരു ലേബിലിറ്റി വരാൻ സാധ്യതയുണ്ട് അവിടെ. അതല്ല ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലേഷനുള്ള, അത് ഭയങ്കരമായിട്ട് വില കൂടുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ മേ ബി ചിലപ്പോൾ ഈ 12.5 എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ബെനിഫിഷ്യലായിട്ട് വരുന്നത്. എന്നാലും ജനറലി എനിക്ക് തോന്നുന്നു അത് NRIസിന് ഒരു പണി ആണ് ഇരിക്കുന്നത്. എനിക്ക് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനായിരിക്കും ആ ഒരു കൂടുതലൊരു പണിയല്ല. കാരണം ആ വാല്യുവേഷൻ മേ ബി അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് ഇത് വരില്ല. പക്ഷേ നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ല. ഈ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് അത്ര കയറിയിട്ടില്ലല്ലോ. ജോക്സ് അപ്പാർട്ട്. പക്ഷെ പല പ്രോപ്പർട്ടി പ്രൈസസും ശരിക്കും കയറിയിട്ടുമുണ്ട്. ഐ മീൻ ഇന്ത്യ നീഡ് നോട്ട് ബി ദറ്റ് കേരളത്തിൽ തന്നെ ആവണമെന്നില്ലല്ലോ. കേരളത്തിൽ പല പോക്കസിലും കയറിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാക്കനാട്, ട്രിവാൻഡ്രം മാർക്കറ്റ്, ട്രിവാൻഡ്രം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കയറി വരുന്നൊരു മാർക്കറ്റാണ്. ഒരു ജോക്ക് എന്ന രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊരു എനിക്ക് തോന്നിയൊരു ഇൻജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണോ നല്ലത് അത് സെലക്ട് ചെയ്യാം. റെസിഡൻറ്റിന് ഇങ്ങനെ 2 കയ്യിലും കൊടുത്തിട്ട് ഇതിൽ ഏതാണോ നല്ലത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ NRIക്ക് ആ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഈ 12.5% ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി അതിനകത്തൊരു വേറൊരു ആംഗിൾ ഉണ്ടാവും സുബിൻ. കാരണം അതായത് നമ്മൾ NRI എന്ന് പറയുന്നത് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടുത്തെ GDP വേണ്ടിയല്ലേ? അല്ലേ? അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് വേണം ചിന്തിച്ചുകൂടെ? നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിലത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണല്ലോ ഐഡിയലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ചിലപ്പോൾ വന്നായിരിക്കാം, എനിക്കറിയില്ല. അതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ NRIs പൈസ അവിടെ നിന്ന് അയക്കുന്നത് ഇറ്റ് ഇസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ഹെവിലി ടു ദി GDP ഇൻ ഇന്ത്യ. അങ്ങനെ നോക്കുമ്പോഴും അപ്പോൾ ഇതാണ് റിയൽ എസ്റ്റേറ്റിലെ സിനാരിയോ അല്ലേ ഒരു മാറ്റർ വരുന്നത് റിയൽ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതായിട്ട് കണക്ട് ചെയ്തിട്ട് വേറൊരു കാര്യം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് NRI അല്ല, NRIയുടെ അപ്പുറം നിൽക്കുന്ന ആൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഒരു റെസിഡൻ്റാണ്, അപ്പോൾ ഞാനൊരു NRIയുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് അവെയർ ആയിരിക്കണം, ഞാൻ കുറച്ചൊരു ടേക്ക് കെയർ ചെയ്യണം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ NRIക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴേ ആ സമയത്ത് ഞാനൊരു ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 CR ഒരു സ്ഥലം ഞാൻ വാങ്ങിക്കുകയാണ്, ശരി, NRIയുടെ എന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സിൽ സെക്ഷൻ 195 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇതിലാണ് NRI എല്ലാം വരുന്നത്. NRI ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സെക്ഷൻ 195 വരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് ടു NRI എന്നാണ് പറയുന്നത്. അതായത് NRIക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ടാക്സ് പിടിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 1 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഇപ്പോൾ തോമസ് NRI ആണ്, ഞാൻ റെസിഡൻ്റ് ആണ്, ഞാൻ തോമസിൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കൊടുക്കാൻ നേരത്ത് ഞാൻ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 ലക്ഷം രൂപ ടാക്സ് പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, 88.5 അതാണ് തരാൻ പാടുള്ളൂ. അപ്പോൾ ആ 12.5 ലാക്സിന് എന്താണ് പിന്നെ? ആ 12.5 ലാക്സ് എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ് ടാക്സ് പോലെ തോമസിൻ്റെ കയ്യിൽ ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് തോമസ് ഫയൽ ചെയ്യണം. തോമസ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പക്ഷേ തോമസിന് 10 lakhs ആണ് തോമസിൻ്റെ ഒറിജിനൽ ടാക്സ് ലയബിലിറ്റി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി 2.5 തിരിച്ചു കിട്ടും. അതല്ല, ഇനിയിപ്പോൾ ഒറിജിനൽ ടാക്സ് ലയബിലിറ്റി 20 ലക്ഷം ആണെന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ള 7.5 അപ്പോൾ അടയ്ക്കണം, അങ്ങോട്ട് അടയ്ക്കേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ NRI ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ NRIസിന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഇവരിനി കിട്ടില്ലല്ലോ, ഈ വീഡിയോയോട് NRIs ഒക്കെ തിരിച്ചിങ്ങോട്ട് വരുമോ? അതിനകത്ത് അഗ്രികൾച്ചർ ലാൻഡിന് എന്തെങ്കിലും സ്പെസിഫിക്കലി ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? കാരണം NRIs മുമ്പ് പറഞ്ഞ പോലെ വേറല്ല. അല്ല, അതിൽ അഗ്രികൾച്ചർ ലാൻഡിൽ 2 മാറ്റർ ഉള്ളതെന്ന് ചെയ്യുന്നില്ല. അഗ്രികൾച്ചർ ലാൻഡ് ജനറലി NRIസിന് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ അവർ ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആവുന്നതിന് മുമ്പ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. അതായത് അവർ NRI ആവുന്നതിന് മുമ്പ് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെല് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. അവർക്ക് അറിയില്ലായിരുന്നു അന്ന് എടുത്തപ്പോൾ ഇതായിരുന്നു എന്നുള്ളത്, അഗ്രികൾച്ചർ ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ സെല് ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നതെങ്കിലോ? അങ്ങനെ പല കേസുകളും സീരിയസ്ലി അങ്ങനത്തെ പല കേസുകളും അതിലൊരു മാറ്റർ ഉള്ളത് തോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു കൺസേൺ വരുന്നത് ശരിക്കും അത് ഇൻകം ടാക്സിന്റെ അല്ല, അത് ഫെമയുടെ കൺസേൺ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിൽ അത് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഇത് വളരെ രസകരമായിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാക്സ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവരതിന് അപ്പുറത്തേക്കൊന്നും കടക്കില്ല. ഇപ്പോൾ സേ ഒരാൾ ഡ്രഗ്സ് ബിസിനസ് ചെയ്യാണ്, ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് 2 കോടി പ്രോഫിറ്റ് കിട്ടിയാൽ അതൊക്കെ നല്ല കാര്യം, നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ടാക്സ് അടയ്ക്കുക. ബാക്കി കഥകളൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളൂ, പക്ഷെ നിങ്ങൾ ടാക്സ് അടയ്ക്കുക. ലീഗാലിറ്റി ഓഫ് ട്രാൻസാക്ഷനും ബിസിനസ്സും ഒന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഞാൻ പറഞ്ഞ കേസിൽ വരുമ്പോൾ പുള്ളി റിയലൈസ് ചെയ്യുന്നത് സെല് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന് അതിൽ ഡിഫറൻസ് ഇല്ല. ഇൻകം ടാക്സ് ഒക്കെ സാധാരണ തന്നെ ഫെമയിലാണ് അവിടെ ഇഷ്യൂ വരുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സബിലിറ്റി വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് എടുക്കാം, ഇവൺ ദോ അത് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ അത് എപ്പോൾ വാങ്ങിച്ചു, ആൾ NRI ആയിരിക്കുന്ന സമയത്താണോ വാങ്ങിച്ചത് എന്നൊക്കെയുള്ള കൺസേണുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ സെല് ചെയ്യുന്ന സമയത്ത് ഈ അഗ്രികൾച്ചർ ലാൻഡ് മാറ്റി പുരയിടുന്നില്ല, പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സെല് ചെയ്യണമെങ്കിലോ? ഇല്ല, അതാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, വലിയ ഡിഫറൻസ് ഇല്ലാന്നോ? ഓക്കെ. അപ്പോൾ കുറേ ആസ്പെക്ട്സ് ഉണ്ട് NRIs ചിന്തിക്കേണ്ടത്. ഈ അത് പറഞ്ഞപ്പോഴാണ് പല NRIസും ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് കൊണ്ട് ഭയങ്കര ട്രെൻഡാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ റിലേറ്റീവ്സിൻ്റെ പേരിൽ പ്രിഫറബിളി വൈഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിൽ, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരിലൊക്കെ റെസിഡൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അവിടെ ഇരുന്ന് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇതിൽ ഒരു മാറ്റർ ഉള്ളത് ആക്ച്വലി NRIസിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യാം, അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. അതായത് നമ്മളുടെ NSEയുടെ ഗൈഡ് ലൈൻ പ്രകാരം അല്ലെങ്കിൽ RBIയുടെ ഗൈഡ് ലൈൻ പ്രകാരം NRIസിന് FNO ചെയ്യാം. റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഏരിയ അപ്പുറത്താണ്. അതായത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പോൾ കറൻസി ഡെറിവേറ്റീവ്സ് അങ്ങനെ കുറച്ച് ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല NRIസും നേരത്തെ തോമസ് പറഞ്ഞ പോലെ ഭാര്യയുടെ പേരിൽ എന്ത് ചെയ്യുന്നു, ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് വിദേശത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വലിയ വലിയ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ്, അതായത് ഹെവിലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നു, ട്രേഡിങ് നടത്തുന്നു. അപ്പോൾ ഇതിൽ ചെറുതല്ല, ഒരു വലിയൊരു പ്രോബ്ലം കിടക്കുന്നത് പലപ്പോഴും ഇയാളുടെ വൈഫ് അല്ലെങ്കിൽ ഇവിടെയുള്ളപ്പോൾ ചിലപ്പോൾ അമ്മയുടെ പേരിലോ സിസ്റ്ററിൻ്റെ പേരിലോ വൈഫിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും ചെയ്യണത്.
അപ്പോൾ ഇവിടെ ആരാണോ ഈ അക്കൗണ്ട് ഹോൾഡർ, ആൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ വൈഫിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വൈഫ് ചിലപ്പോൾ ഹൗസ് വൈഫ് ആയിരിക്കും, ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ ഒരു 60 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ FN ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, കോടികളുടെ ട്രാൻസാക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു നോട്ടീസബിൾ ട്രാൻസാക്ഷൻ ആയിട്ടേ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കി ചിലപ്പോൾ ഇപ്പം നമുക്ക് തന്നെ പല കേസിലും സ്ക്രൂട്ടിനി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂട്ടിനി വരുമ്പോൾ നോക്കുമ്പോൾ ഒരു ആൾ ഭയങ്കരമായിട്ട് ഹെവിലി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു. അപ്പോൾ സ്ക്രൂട്ടിനി വരുമ്പോൾ ഇത് എന്താ, അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താ സോഴ്സ് എന്നാ ചോദിക്കാം. സോഴ്സ് ചോദിക്കുമ്പോൾ ഹൗസ് വൈഫാണ്, വേറെ സോഴ്സൊന്നുമില്ല. അപ്പോഴാണ് പറയുന്നത് ഹസ്ബൻഡ് NRI ആണ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ അവിടെ ചെറിയൊരു ഹുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സെക്ഷൻ ഉണ്ട്, അതായത് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ. അതായത് ഇപ്പം നമുക്ക് ഈ കക്ഷിക്ക് ഇതിൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും ഇല്ലല്ലോ, NRI കാരൻ്റെ വൈഫിന് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് NRIയുടെ പേരിൽ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. കാരണം അയാളാണല്ലോ ഇതിൽ സോഴ്സ് ഉള്ളത്. അപ്പോൾ അയാളുടെ ഷൂമ കയറി നിൽക്കാനായിട്ടുള്ള റൈറ്റ് പ്രൊവിഷൻ അവിടെ ഉണ്ട് എന്നർത്ഥം. അത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ലിമിറ്റോ വല്ലതും ഉണ്ടോ NRIs ചിന്തിക്കേണ്ട ലിമിറ്റ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ലക്ഷം വരെയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ മുകളിലുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു നമ്മളൊരു മെറ്റീരിയാലിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 lakhs മേലെയൊക്കെ ട്രാൻസാക്ഷൻ പോവുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ഹൗസ് വൈഫ് ആയിട്ടുള്ള അവർക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമില്ല. അപ്പോൾ 10, 20, 50 ലക്ഷം രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഇതിലൊരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതേ, അതായത് ഇപ്പോൾ ആള് ഒരു ഗിഫ്റ്റ് ഡീഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാനത് വൈഫിന് കൊടുത്തേക്കുന്നതാണ്, അപ്പോൾ ആൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇതിലൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഇങ്ങനെ ചെയ്യണതിൻ്റെ 2 കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ചിലപ്പോൾ ഇത് ബ്രോക്കറേജ് സേവ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും ചെയ്യണത്. അടുത്ത മാറ്റർ എന്ന് പറയുന്നത് ടാക്സ് സേവിങ്സും ഉണ്ടായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് എക്സംഷൻ ഒക്കെ ഉണ്ട്. ഒരു റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് എക്സംഷൻ ഉണ്ട്. NRI ആണെങ്കിൽ അതില്ല. അതായത് സ്ട്രൈറ്റ് അവേ ഫ്രം 1 rupee തൊട്ട് ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടാക്സേഷൻ്റെ ആംഗിളിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. NRI എന്നുള്ളൊരു സ്റ്റാറ്റസിൽ ഇവിടെ ഈ ഹൗസ് വൈഫ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട്, അപ്പോൾ അതിലൊരു സേഫ് എന്നുള്ളൊരു പ്ലാനായിട്ട് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളിങ്ങനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ അത്ര ഹെവി ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി യു ഡു എക്സിക്യൂട്ട് എ ഗിഫ്റ്റ് ഡീഡ്. നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്ഫ്രണ്ട് ആയിട്ട് ഗിഫ്റ്റ് ഡീഡ് അപ്ഫ്രണ്ട് ആയിട്ട് ചെയ്യണമെന്നില്ല, നമ്മളൊരു റാറ്റിഫിക്കേഷൻ ഡീഡായിട്ട് ചെയ്താലും. അതായത് ഈ ഗിഫ്റ്റ് ഡീഡ് ചെയ്യാൻ എന്തായിരിക്കും ഒരു കോസ്റ്റ്? ഇല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 500 rupees ആണ്. അപ്പോൾ 500 rupeesൻ്റെ ഒരു സ്റ്റാമ്പ് പേപ്പറുള്ള നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത്രയും വരുന്നുള്ളൂ. വലിയ കോസ്റ്റ് ഒന്നും വരുന്നൊന്നുമില്ല അതിൽ. അതൊരു മ്യൂച്വൽ, അത് രജിസ്റ്റർ ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല. നമ്മളൊരു അതായത് ആളും വൈഫും തമ്മിൽ ഒരു മ്യൂച്വലി ഒരു ഡീഡ് ചെയ്തു വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഇത് ചെയ്തു വെക്കുന്നു. കൂടുതലും ആ FNOയുടെ ഇൻട്രാഡേ സൈഡിൽ ചെയ്യാനുള്ളൊരു കംഫർട്ടല്ല പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും അമ്മയുടെ പേരിലും വൈഫിൻ്റെ പേരിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് സേഫാണ്, ഓക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വേറൊരു പ്രവണത എന്ന് പറയുന്നത് NRIs തിരിച്ച് നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് വരികയാണെങ്കിൽ പോലും ഒരു നല്ലൊരു ഹെവി ഒരു പ്രീമിയം വെഹിക്കിൾ എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അത് സ്റ്റൈൽ, അതാണ് ഒരു കണ്ടുവരുന്നൊരു രീതി. അത് പക്ഷെ കൂടുതൽ ഓടിക്കൂല, കാരണം അവരില്ലല്ലോ ഇവിടെ, അണ്ടർസ്റ്റാൻഡബിളി. പക്ഷേ ഇതിനെന്തെങ്കിലും നമുക്ക് NRIs അറിയാതായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം പ്രീമിയം വെഹിക്കിൾ എന്ന് പറയുമ്പോൾ 50 lakhs 1 crore കയറി എടുക്കുന്നത്, ഡിഫൻഡർ കയറി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതിലൊരു കാര്യം കണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല NRIസിനും ചിലപ്പോൾ ഇവിടെ നാട്ടിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ വരുന്നു, ചിലപ്പോൾ ഒരു പ്രീമിയം കാർ എടുക്കുന്നു, ഒരു 50 lakhsൻ്റെ ഒരു വണ്ടി എടുക്കുന്നു. ചിലപ്പോൾ ആ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ആ കൊല്ലം അവർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു 10 lakhs above ഉള്ളൊരു കാറ് അവരെടുക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു 1% TCS അപ്ലിക്കബിൾ ആണ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളൊരു സംഭവം. അതായത് നമ്മളൊരു 50 ലക്ഷത്തിൻ്റെ കാർ എടുക്കുകയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 50,000 രൂപ. 50,000 രൂപ കൊണ്ട് TCS അടയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ ഇൻവോയ്സിൽ ഇത് കാണിക്കും, TCS എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത് മിക്കവാറും ഷോറൂമുകാരത്തൊന്നും ചിലപ്പോൾ പറയൊന്നുമില്ല, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താ സംഭവം എന്നൊന്നും പറയൊന്നുമില്ല. ശ്രദ്ധിക്കപ്പെടാതെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയൊരു പണി കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുടെ അടുത്ത് TCS അടച്ചു.
അപ്പോൾ കാറൊക്കെ വാങ്ങിച്ചു, ഓക്കെ. ഇത് കഴിഞ്ഞ് ഇത് ആക്ച്വലി TCS എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ് ടാക്സ് പോലെയാണ് ഈ സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഇവർക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ 50,000 രൂപ അവർക്ക് തിരിച്ച് കിട്ടും, റീഫണ്ടായിട്ട് വരും. അപ്പോൾ ഇത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇതിൽ തിരിച്ച് കിട്ടുന്നതിൽ ഒരു വേറൊരു സംഗതി കൂടി ഉണ്ട് ഇതിൽ. അതായത് ഒരാൾ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഒരാൾ 50 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ അവരങ്ങനെ NRI ആണോന്നൊന്നും നോക്കുമൊന്നുമില്ല. എന്നാൽ ഒരാൾ 50 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണില്ല. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ തിരിച്ച് കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അടുത്തൊരു പണിയും കൂടിയും കിട്ടും. ചിലപ്പോൾ ഒരു നോട്ടീസ് വരും കുറച്ചാൾ കഴിയുമ്പോൾ. പെട്ടെന്നൊന്നും വരില്ല, ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ കാറൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലേ, അതായത് നമുക്ക് തിരിച്ച് ടാക്സ് റീഫണ്ട് കിട്ടുകയും ചെയ്യും, ഈ നോട്ടീസിന്റെ ശല്യം ഒഴിവാക്കാനും എന്നുള്ളതാണ് അതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ആ റിട്ടേൺ ഫയൽ ചെയ്യാൻ, ടാക്സ് റിട്ടേണിന്റെ ഫയൽ ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴാണ് പല NRIസും അത് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ആ പ്രവണതയുണ്ട്. അതായത് നാട്ടിൽ എനിക്ക് പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ TDS ഒക്കെ പിടിക്കുന്നില്ലേ, പിന്നെന്തിനാണ് റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്നുള്ളൊരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഇല്ലാതില്ല. ഇപ്പൊ അതിന്റെ ബിഹേവിയർ എങ്ങനെയുണ്ട്? പണ്ട് ഭയങ്കരമായിട്ടുണ്ട്, ഇപ്പോഴും അതേപോലെ തന്നെയാണോ? അതോ എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒക്കെ അവെയർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ അവർ അവെയർ ആണ്. അപ്പോൾ പലരും ഇപ്പോൾ ഈ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ഇപ്പോൾ ലോങ് ടൈം ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ NRIs ഒക്കെ നന്നായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വരണതേ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ മാനേജർ പറയും, ഫണ്ട് മാനേജർ പറയും, അല്ലെങ്കിൽ അഡ്വൈസർ പറയും, ഓക്കെ ഞങ്ങൾ ഇപ്പോൾ വേറൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാണ് എന്ന് പറയും. ആക്ച്വലി സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു പൊസിഷൻ ബൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിൽ എന്താ സംഭവിക്കുന്നത്? അതുവരെയുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തു നടത്താം. അപ്പോൾ ആ ഒരു പോയിന്റിൽ അവിടെ ടാക്സബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഒരു ടാക്സ് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി NRI സ്റ്റാറ്റസിലാണെന്നുണ്ടെങ്കിൽ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ നേരത്തെ കാറിൻ്റെ കഥ പറഞ്ഞ പോലെ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യണില്ലെങ്കിൽ ഇവർക്കൊരു നോട്ടീസ് വരാനുള്ള ചാൻസ് കൂടുതല. അപ്പോൾ എനിക്ക് തോന്നുന്നു NRI ആണെന്നുണ്ടെങ്കിൽ ഇവൻ TDS പിടിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. TDS പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എക്സംഷനൊന്നുമില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 1 രൂപ തൊട്ട് തന്നെ ടാക്സബിൾ ആണ്. ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപ, ഈ ബഡ്ജറ്റിൽ 1.25 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതല്ല ഇപ്പോൾ ഡിവിഡൻഡ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ ഒന്നുമില്ല. നമ്മുടെ ഈ ബേസിക് എക്സംഷൻ എന്ന് പറഞ്ഞ പരിപാടിയൊന്നും NRIസിന് ഡിവിഡൻഡ് ഇൻകത്തിന് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ പോലും 20% ടാക്സ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ 2,000 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ NRI ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് നല്ലത്. ഏറ്റവും സേഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്ത് ഇടുമ്പോഴത്തേക്കും ഒരു 3-4 ഇയേഴ്സ് ഒക്കെ അടുപ്പിച്ച് ഫയൽ ചെയ്ത് ഇടുമ്പോഴത്തേക്കും ഫ്രം ദ ഗവൺമെൻറ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്രെഡിബിലിറ്റിയും കൂടിയാണല്ലോ. എക്സാക്ട്ലി അല്ലേ? കാരണം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ലെറ്റ്സ് ഒരു GST എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് അവർ നിങ്ങൾ അല്ലെങ്കിൽ ലോൺ എടുക്കുകയെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 3 വർഷം അടച്ച റിട്ടേൺസിൻ്റെ അത് ചോദിക്കാറില്ലേ? അപ്പോൾ പലർക്കും അത് ഉണ്ടാവാറില്ല. അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യും. എന്തിന് വൺ വേ ഓർ ദി അതർ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. മോർ ദാൻ ഡാമേജ് ഇത് നല്ലതേ ചെയ്യുള്ളൂ എന്നുള്ളൊരു അതിൽ വേറൊരു കേസ് ഉള്ളതേ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അധികം ഉപദ്രവിക്കാറില്ല. അതായത് ആള് റിട്ടേൺ ഫയൽ അറ്റ്ലീസ്റ്റ് ആള് വളണ്ടറിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സെക്ഷൻ 148 എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പല NRIസിനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോട്ടീസ് വന്നിട്ടുണ്ടാവും. സെക്ഷൻ 148A എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ടാവും. അതായത് ഈ പല NRIസിനും ഈവൻ 10 lakhsന് മേലെ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് NRE ഡെപ്പോസിറ്റ്സ് ആയാലും മതി കേട്ടോ. NRE ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നോട്ടീസ് വരും. അപ്പോൾ ഇത് നമ്മളുടെ NRIയുടെ ഒരു ബർഡനാണ്, ഇത് NRE ഡെപ്പോസിറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അപ്പോൾ ആൾക്ക് വേറെ കുറച്ച് ഇൻകം കൂടി ഉണ്ട്, ആൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നോട്ടീസ് വരില്ല. അപ്പോൾ അതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണെന്ന് പറയാം. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതൊരു ബേസിക് ആണല്ലേ, എല്ലാവരും അവെയറായിട്ടിരിക്കേണ്ട കാര്യമാണ് ഈ ബേസിക് റിട്ടേൺസ് എങ്കിലും ഒരു ഫയൽ ചെയ്യാൻ, നോ ഡൗട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NRI ആയിട്ട് ഇരിക്കുമ്പോൾ ഇനി NRI കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നൊരു പോയിന്റ് ഓഫ് റിട്ടേണിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും യൂറോപ്പിലേക്കൊക്കെ ഇവിടെ വീടൊക്കെ വിറ്റിട്ട് അങ്ങോട്ട് പോവുകയാണ്. റിട്ടേൺ എന്ന് പറയുന്ന പോയിന്റിന് ഇപ്പോൾ വാലിഡിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് എനിവേ ഇപ്പോൾ ഒരു ഓൾഡ് സ്കൂൾ NRIs എനിവേ കമ്മിങ് ബാക്ക് ഹോം, അതിലൊരു തർക്കവും ഇല്ല. പിന്നെ മാത്രമല്ല ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പല NRIs ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലവരും
അവരുടെ നല്ല ജോബ് വിട്ടിട്ട് അവർ ഈ ബാംഗ്ലൂരിലേക്ക് കൊച്ചി പോലത്തെ സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് NRI സ്റ്റേറ്റസ് എത്ര നാൾ നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. നമ്മൾ ഒരാൾ പെർമനന്റ് സെറ്റിൽമെന്റിനായിട്ട് തിരിച്ചു വരികയാണെന്ന് വിചാരിക്കും. ആളുടെ ഇന്റൻഷൻ, അതായത് ഒരു ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷനിലാണ് ആൾ തിരിച്ചു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പിന്നെ NRE FDകൾ ഉണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ആള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെത്തി പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്, ഇനിയിപ്പോൾ തിരിച്ചു പോകണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ NRE FDകളൊക്കെ അറ്റ് ദ ഏർലിയസ്റ്റ് നോർമൽ അക്കൗണ്ടുകളാക്കിയിട്ടുണ്ടല്ലോ, അതായത് റെസിഡൻറ്റ് അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റണം. അങ്ങനെയാണ് RBIയുടെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും അത് ഫോളോ ചെയ്യാറില്ല പലപ്പോഴും. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ബാങ്കേഴ്സ് ആണെങ്കിൽ പോലും പറയും അത് KYC 2 കൊല്ലം കൂടി ഉണ്ട്, അപ്പോൾ KYC ഡ്യൂ ആകുമ്പോൾ നമ്മൾ ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ നമ്മുടെ RBIയുടെ ഗൈഡ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. ഇതിനകത്തൊരു ഞാൻ ബാങ്കിലൊരു 12 years ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു പോയിന്റ് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താ പറയുക, അതായത് NRI വരും, പുള്ളി പറയുന്നു ഞാൻ തിരിച്ചു പോകുന്നില്ല, അപ്പം നമ്മുടെ റെസിഡൻ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേഷണൽ വർക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പല ബാങ്കേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല സർ, പിന്നെ നമുക്ക് വരുമ്പോൾ നോക്കാം, 2 കൊല്ലം കഴിയുമ്പോൾ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ശരിയാണല്ലോ, എന്തിനാ ഞാനിപ്പോൾ ധൃതി പിടിച്ച് ചെയ്യണം. ഇപ്പൊ ബാങ്കറിന്റെ ഈ പണിയൊക്കെ ഇത്ര എടുക്കണ്ടേ? അപ്പോൾ ഇല്ല സർ, നമുക്ക് പിന്നെ KYC വരുമ്പോൾ അപ്പം അത്രയും വരെ വെയിറ്റ് ചെയ്യണ്ടെന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ പല ബാങ്ക്സിനും KYC 2 years 3 years ഇത് മാറിയോ? 2 years മിനിമം ഒരു 2 yearsലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ KYC ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്പോഴൊക്കെ ആയിരിക്കും പലപ്പോഴും ഇതൊക്കെ മാറ്റിയിടുന്നത്. അതുവരെ NRE FD ആയിട്ട് തന്നെ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും. അതെ അതെ. അപ്പോൾ NRI FD FCNR ഇതിനൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു 2024 സ്റ്റേറ്റസിൽ പറ്റുന്നത്? അതായത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൈമറിലി ഇത് മാറ്റിയിടണം എന്നാണ്, ഇത് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിടണം എന്നാണ്. അത് അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ പല NRIസിന് ഈ 148A നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിലെന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ 2020 കോവിഡിനൊക്കെ ശേഷമേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെ നാട്ടിൽ തന്നെയുണ്ട്, ഇവിടെ വർക്ക് ഫ്രം ഹോമാണ് പലരും. അതായത് അവർക്ക് ദിർഹംസിലൊക്കെ ആയിരിക്കാം സാലറി വരുന്നത്, പക്ഷേ ഇവിടെ നാട്ടിലിരുന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണത്. കുറേ പേരുണ്ട് അങ്ങനെ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവരിപ്പോഴും NRI ആണെന്ന് പറഞ്ഞിട്ടാ ക്ലെയിം ചെയ്യണത്. പക്ഷേ 365 ദിവസം ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അപ്പോഴൊക്കെയാണ് ഈ NRE FDകളൊക്കെ പുറത്തേക്ക് വരുന്നത് പതുക്കെ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2021 22 പല ആളുകൾ ഇവിടെ തന്നെയാണ്, അതായത് KYC എത്തിയിട്ടില്ല, എത്താൻ പോണേ ഉള്ളൂ. അപ്പോൾ ആ പീരീഡിൽ ഇവർ പ്രൂവ് ചെയ്യേണ്ടി വരും ഇവർ NRI ആണെന്നേ. അപ്പോൾ ഇവർ NRI ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട്, അതായത് പാസ്പോർട്ടിന് കോപ്പി അടക്കം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ നേരത്തെ എണ്ണി നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിലാണ് 365 ദിവസം. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടല്ലോ, ഈ NRI FDകൾ 1 കോടി 2 കോടി 5 കോടിയൊക്കെ ഉള്ള NRI FDകളുടെ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ഇവിടെ ടാക്സബിൾ ആയിട്ട് വരും. അതാണ് അതിൻ്റെ കഥ. അപ്പോൾ ഇത് ഈ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്ത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇവരിതിപ്പോൾ മിണ്ടാതിരിക്കുകയാണല്ലോ. ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു, ദേ ആർ ക്വൈറ്റ്ലി ഡൂയിങ് ദെയർ വർക്ക് തിങ്കിങ് ദാറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓക്കെ. എന്ത് സിറ്റുവേഷനിലാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്? കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഇത് പലപ്പോഴും ഈ NRE FDകൾ ഉണ്ടായിരിക്കുമല്ലോ ഇവർക്ക്. അപ്പോൾ 10 lakhs above FD ഉണ്ട്, അപ്പോൾ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ആദ്യം നോട്ടീസ് അയക്കും. അപ്പോൾ നമ്മൾ NRI ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൽ കേസിൽ പറ്റില്ലല്ലോ, കാരണം ആളിവിടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ NRE FDകളൊക്കെ ലോക്കലായിട്ട് ടാക്സ് ചെയ്യേണ്ടതായിട്ട്. ഇതാണ് അതിലൊരു NRE അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റിന് മുകളിൽ ടാക്സ് പേയ്മെന്റ് ഇല്ലല്ലോ. NROന്റെ കാര്യമായിരിക്കും നമ്മൾ അല്ല NRE അക്കൗണ്ടിന് എക്സംഷൻ ഉണ്ട്. പക്ഷെ എന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സംഷൻ ആർക്കാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? ഒരു NRIക്ക് അല്ലേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, റെസിഡന്റിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. RBIയുടെ കറക്റ്റ് ഗൈഡ് ലൈനും ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഗൈഡ് ലൈൻ ഉണ്ടല്ലോ. ടെക്നിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു NRI അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതെന്താണ് അത് ടാക്സ് പേയ്മെന്റിലേക്ക് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ മിഡിലാണ് ഒരു NRI വരുന്നത് വെച്ചോ. പുള്ളി ഒരു 1 crore FD ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് NRE സോഴ്സ് ആണ്, ഇന്ത്യൻ അല്ല. എന്നിട്ട് ഇവിടെ വന്നു ഫിനാൻഷ്യൽ ഇയറിന്റെ പകുതിയാണ്, അത് കൺവേർട്ട് ചെയ്യാണ്, എന്ത് പറ്റും?
അപ്പോൾ ആ ബാലൻസ് പീരീഡ് ഉണ്ടല്ലോ, അതായത് NRE ആയിട്ട് ആൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം പ്രോബ്ലം ഒന്നുമില്ല. അതിനുശേഷം ആൾ NRE FD ആയിട്ട് മാറി, അത് റെസിഡന്റ് അക്കൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ ആ പീരീഡിലെ FD അത് ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ടി വരും. ഈവൻ TDS അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് TDS പിടിക്കും ചെയ്യും. അപ്പോൾ ആ അഡ്ജസ്റ്റഡ് പീരീഡിലുള്ള TDSും ടാക്സും മാത്രമേ വരുന്നുള്ളൂ. FCNR ആണെങ്കിലും 5 years FCNR ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ കറൻസിയിൽ അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ RBI പറയുന്നുണ്ട്, അതായത് അതിൻ്റെ ആ ഡ്യൂറിങ് ദ പീരീഡിൽ അതിൻ്റെ മെച്യൂരിറ്റി വരെ FCNR ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. പക്ഷേ യു ഹാവ് ടു ഓഫർ ദ ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടല്ലോ, അത് നമ്മൾ റെസിഡൻസ് സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫർ ചെയ്യേണ്ടതായിട്ട് വരും. അത് കീപ്പ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊന്ന് പറയുകയാണെങ്കിൽ ആ 5 yearsന്റെ FCNR ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, 2.5 years അദ്ദേഹം തിരിച്ചു വന്നു വിചാരിച്ചോ, ബാക്കി 2.5 yearsന്റെ ഇൻട്രസ്റ്റ് നമ്മളിവിടെ ഓഫർ ചെയ്യണം. റെസിഡൻസ് സ്റ്റാറ്റസ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാക്സ് പേയ്മെന്റ് നമ്മൾ ചെയ്യണം. അതാണ് അതിനകത്ത് വരുന്നത്. നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ഒരു ബെസ്റ്റ്, ഇപ്പോൾ തോമസ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എക്സ്പെർട്ട് ആയ നിലയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതൊക്കെയാണ് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ NRIs ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത്? അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ എന്ന് എനിക്ക് തോന്നുന്നത് NRIs എൻ്റെ ഒരു മനസ്സിലാക്കിയ NRIസിന് ബിഹേവിയർ പാറ്റേൺ നോക്കുമ്പോൾ അവർ നല്ല അവയർനെസ് ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് പല NRIസും ഇപ്പോഴും ഈ റെസിഡൻറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുവഴി വൈഫിൻ്റെ അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നിന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അവരുടെ മെച്യൂരിറ്റി ലെവൽ ഒരു 9 on 10 തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഗിലുള്ളൊരു ആൾക്കാരാണ് കൂടുതലും NRIസിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കൂടുതലും ഒരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക്, പിന്നെ AIF, പിന്നെ അങ്ങനത്തെ കുറച്ചുകൂടെ ഒരു ഹൈ പ്രൊഫൈൽ PMS പോലത്തെ ഒരു 50 lakhs അബോവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിലേക്കാണ് അവർ അപ്പോൾ. പിന്നെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവിടുത്തെ റെസ്പെക്റ്റീവ് കൺട്രിയിൽ ആരാണോ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഉള്ളത്, അപ്പോൾ ആ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ സംസാരിച്ച് സ്റ്റോക്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഉള്ളൊരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഒരു ട്രാൻസാക്ഷണൽ പ്രോഫിറ്റ് പോലെ ട്രീറ്റ് ചെയ്തതായിട്ട്, അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ പവറിൻ്റെ സ്റ്റോക്ക് 77 rupees ഇന്ന് 260 rupees ആയപ്പോഴത്തേക്കും അതങ്ങ് സെൽ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ജനറലി NRIസിന് മാത്രമല്ല ജനറലി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊരു അസറ്റാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ യു ബൈ എ ഹൗസ്, അതവിടെ കിടക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇല്ലാതെയായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇത് പക്ഷേ ഓവറോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്യൂരിറ്റി, പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു 25-30% മാർക്കറ്റ് ഫോൾ ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഫോളിനെ ഒന്നും ഇൻവെസ്റ്റേഴ്സ് ജനറിക് ടേംസിൽ പേടിക്കുന്നില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റാണ് ഇന്ന് $4 trillion, ഒരു $7 trillion വരും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ FIIസിൻ്റെ അത്ര തന്നെ ഇൻവെസ്റ്റ്മെന്റ് DIIസും ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നു. മുമ്പൊക്കെ FIIs വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ പാനിക്കാണ്. പിന്നെ ആയിക്കോട്ടെ എന്നുള്ളൊരു മട്ടാണ്. അപ്പോൾ അത് വലിയൊരു മെച്യൂരിറ്റി പോയിന്റാണ്. കാരണം എത്ര FIIs വിഡ്രോ ചെയ്യുന്നു അത്രയും തന്നെ DIIs ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്ത്യ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ വലിയൊരു ഫാക്ടറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ഭയങ്കര മോശമാണ്. അത് പറഞ്ഞപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസീനെ കുറിച്ചൊരു ഫോക്കസ് നമുക്ക് NRIസിനാണെങ്കിലും പ്രസിഡൻ്റായിട്ട് ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് റാൻഡമായിട്ടുള്ള യൂട്യൂബ് കോണ്ടന്റ് കണ്ട് മനസ്സിലാക്കുന്ന കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ CA ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഇല്ലല്ലോ, പലവരും ഞാൻ കേട്ടിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ വേറെ ഇൻകം ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഫയൽ ചെയ്യണത് എന്നുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതാക്കിയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചർ ഓഫ് NRIs എനിക്ക് തോന്നുന്നത് ആൾക്കാർ പലവരും തിരിച്ചു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഞാൻ ഏതൊരു റീലിൽ കണ്ടിരുന്നത്, അതായത് ഇഫ് യു വോണ്ട് ടു മേക്ക് മണി വിത്ത് സാലറി യു ഗോ അബ്രോഡ്, ബട്ട് ഇഫ് യു വോണ്ട് ടു മേക്ക് മണി വെൽത്ത് ത്രൂ ഓൺടർപ്രണർഷിപ്പ് യു ഹാവ് ടു സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു സാധനം. എന്ന് പറയുന്ന പോലെ ഓൺടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ഈ 12.5% നമ്മൾ ഇപ്പോൾ 1 crore എക്സാമ്പിൾ നമ്മൾ സംസാരിച്ചല്ലോ, അത് അവോയ്ഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്കുണ്ടോ? അതിലൊരു ചെറിയ ഹെൽപ്പിംഗ് സംഭവം ഉള്ളതേ. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ നമുക്കൊരു
TDS കുറയ്ക്കാനായിട്ട് ഫോം നമ്പർ 13 എന്നാണ് പറയുക അതിന്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1 കോടി രൂപയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. 12.5 ലക്ഷം രൂപ ടാക്സ് പിടിച്ചിട്ടാണ് ഇപ്പോൾ തോമസ് ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 12.5 ലക്ഷം രൂപ ടാക്സ് പിടിച്ചിട്ട് ഞാൻ ബാക്കി തരുള്ളൂ. അപ്പോൾ തോമസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തോമസിന് ആകെ 4 ലക്ഷം രൂപ ടാക്സ് വരുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തോമസിന് ഇവിടുത്തെ കൺസേൺഡ് TDS ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഒരു കമ്പ്യൂട്ടേഷൻ കൊടുത്തിട്ടെ, അതായത് എൻ്റെ ടാക്സ് 4 ലക്ഷം വരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ എന്നെ ടാക്സ് ബർഡനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ആൾ ആ കമ്പ്യൂട്ടേഷനൊക്കെ നോക്കിയിട്ട് ആൾ ഓക്കെ ആണെന്ന് വിചാരിക്കും. ആൾ എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ 4 ലക്ഷമേ വരുന്നുള്ളൂ. അപ്പോൾ ആൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം പിടിച്ചാൽ മതി, അതായത് ഒരു ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അത് കൊടുക്കും. അപ്പോൾ അതിപ്പോൾ തോമസിനത് കിട്ടി, തോമസ് എനിക്ക് തരാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ പിന്നെ 12.5 പിടിക്കില്ല, അപ്പോൾ പിന്നെ ഞാൻ 4 പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ടാക്സ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ചാൻസ് ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതിലെ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് PDF ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ NRIസിന് വേണ്ടി സംസാരിച്ചത്. അപ്പോൾ എനിക്കറിയാം ഈ പോഡ്കാസ്റ്റ് കുറച്ച് വലുതായി കാണും, അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഫോർഗെറ്റ് ഈ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷനിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു PDF ഡോക്യുമെൻ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓൾ യു ഹാവ് ടു ഡു ഇസ് കോമെൻറ്റ് NRI മലയാളം എന്ന് പറയുന്ന ഒറ്റ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ മതി. സോ ദറ്റ് വിൽ ബി ഏബിൾ ടു സെൻഡ് എവറിത്തിങ്. ഈ ഒരു കോണ്ടന്റ് വാല്യുബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ ബി ഡൂയിങ് മോർ കോണ്ടന്റ് ത്രൂ ഔട്ട് ടാക്സേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, പേഴ്സണൽ ഫൈനാൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഷെയറിങ് ഓൾ യുവർ തോട്ട്. ഇത്രയും ലോങ് കോൺവെർസേഷന് വേണ്ടി നമ്മൾ ഇത്രയും ലോങ് കോൺവെർസേഷൻ ആയി പോകുന്നു വരും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ പോലെയാണ്. അതെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടെ തോമസിൻ്റെ അടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.